കാർഗിൽ നിന്ന് സോനാമാർഗ് വരെയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. കാശ്മീരിലെ അതിപ്രാധാന്യമർഹിക്കുന്ന ടിബറ്റുമായി ബന്ധിപ്പിച്ചിരുന്ന പുരാതന സിൽക്ക് റോഡിലെ ഒരു കവാടം എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാന സ്ഥലമാണ് സോനാമാർഗ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി പ്രാധാന്യം ഏറെ അർഹിക്കപ്പെടുന്നു. നാഷണൽ ഹൈവേ 1 ഈ യാത്ര. കാർഗിലിൽ നിന്നും സോനാമാർഗിലേക്ക് 125 കിലോമീറ്റർ ദൂരമുണ്ട്. ലഡാക്കും ജമ്മു കാശ്മീരും ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഇതിലൂടെയാണ് യാത്ര. 125 കിലോമീറ്റർ ദൂരം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചരിത്രപരമായ ശ്രീനഗർ ലേ ഹൈവേയുടെ ഒരു ഭാഗത്തിലൂടെയാണ്. ഇതിലൂടെയുള്ള യാത്ര മലയോര പ്രകൃതി ദൃശ്യങ്ങൾ വളരെ മനോഹരവുമാണ്, എന്നാൽ പേടിപ്പെടുത്തുന്നതുമാണ്. ഈ റൂട്ട് 1999 കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചരിത്ര പ്രസിദ്ധവുമാണ്. ഈ റൂട്ടിലാണ് ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും തണുത്ത സ്ഥലമായി ദ്രാസിനെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ടൈഗർ ഹിൽ, ടോളോളിംഗ് റേഞ്ച്, ദ്രാസ് താഴ്വര എല്ലാം തന്നെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. നമ്മളെല്ലാം തന്നെ കാർഗിൽ യുദ്ധത്തിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുണ്ടായ സിനിമകളിലുമെല്ലാം ഈ പേരുകളെല്ലാം ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇവിടം യാത്ര ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ്. ഈ സമയത്ത് അത്യാവശ്യം മഞ്ഞുമലകൾ കാണാനാവുകയും പിന്നെ നല്ല പച്ചപ്പും ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ശൈത്യകാലത്ത് ഇതിലെ സഞ്ചരിക്കുന്നത് വളരെയധികം അപകടകരമാണ്. പല സ്ഥലത്തും വാഹനങ്ങൾ സഞ്ചാരയോഗ്യമല്ലാതെ മഞ്ഞ് വീണ് അടഞ്ഞു പോകും. അതുകൊണ്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസമൊന്നും ഈ ഭാഗത്തിലൂടെ യാത്ര അത്ര നല്ലതല്ല. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങളുടെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം. ശ്രദ്ധയോടെ വേണം വാഹനം ഓടിക്കാൻ. തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ നമ്മൾ കരുതണം. യാത്രക്കാർ ധാരാളം വെള്ളം കുടിക്കണം. ഓക്സിജൻ്റെ കുറവുള്ള പ്രദേശങ്ങളാണ്, അതുകൊണ്ട് ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. ഈ റൂട്ടിലൂടെയുള്ള യാത്ര ഒരു സ്ഥലത്തെ പറ്റി പറയാൻ നമുക്ക് സാധിക്കില്ല. ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം വ്യത്യസ്തമായ പ്രകൃതി വിഭവങ്ങളാൽ പ്രകൃതിയുടെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതയിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും എന്നാൽ ദുഷ്കരവുമായ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു അനുഭവം, ഇതിലൂടെയുള്ള യാത്രാ അനുഭവം വളരെ ഗംഭീരവുമാണ്. ഇത് കണ്ട് യാത്ര ചെയ്ത് അനുഭവിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വാക്കുകൾക്ക് അതീതമാണ്. ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ കുറച്ച് മട്ടനെല്ലാം കരുതിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചഭക്ഷണം ഇവിടെ ഈ താഴത്തുള്ള നദിക്കരയിലാവാം എന്നുള്ള തീരുമാനത്തോടു കൂടി ഇവിടെ സൈഡ് ഒതുക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര. ഇന്ന് രാത്രി സോനാമാർഗിൽ തങ്ങണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. സോനാമാർഗിൽ ഒരു കുക്കിംഗ് ആരംഭിക്കുകയാണ്. കുക്കിങ്ങിലാണ് ഇന്ന്. നല്ല മട്ടനൊക്കെ മേടിച്ചിട്ടുണ്ട്. അരി കഴുകുന്ന സന്നേട്ടൻ, വെറുതെ നിൽക്കുന്ന ബാബേട്ടൻ, മട്ടൻ കൊണ്ട് ഏരിയ സേട്ടൻ. ആഹാ, എന്ത് തരും.
ജഗ്ഗി കൊണ്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഈ രാസ